ഹായ് എവരിവൺ, എന്തൊക്കെയാണ് നമ്മൾ ഈ കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എനിക്ക് 23 വയസ്സായി. എൻ്റെ 23-ൽ എനിക്ക് ബുദ്ധി തുടങ്ങിയ സമയത്ത് ഇങ്ങനൊരു വാർത്ത ഞാൻ കേട്ടിട്ടില്ല. സ്വന്തം പെങ്ങളോട് ലല്ലു ചെയ്ത ക്രൂരത, അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതായത് സ്വന്തം പെങ്ങളോട് പറയുകയാണ്, രാത്രി വന്ന് വരോ. നമ്മുടെ ലോകം എങ്ങോട്ടാണ് ഈ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഞെട്ടി എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതായത് ലല്ലു എന്ന ഫസ്മീനയുടെ ഭർത്താവ് ചെയ്ത ആ ചെറ്റത്തരത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അത് ആ ഒരു കാര്യം ലല്ലുവിൻ്റെ വൈഫായിട്ടുള്ള ഫസ്മീന തന്നെ പറയുന്നുണ്ട്. നമുക്കത് ഒന്നൊന്നായിട്ട് കേൾക്കാം. അതിനുശേഷം ഈ പറയുന്ന ലല്ലുവിന് ശക്തമായ രീതിയിൽ മറുപടി കൊടുക്കാം. ഓക്കെ, നീ ഉറങ്ങി കഴിഞ്ഞിട്ട് നീ ഉറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പം നീ ഉറങ്ങുകയാണ്. ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു. നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. എന്താടാ നീയൊക്കെ മനുഷ്യനാണോ? സ്വന്തം പെങ്ങളോട് പറയുകയാണ്, നിന്നെ ഞാൻ കണ്ടത് സിസ്റ്ററായിട്ടല്ല, നിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ ക്രഷ് എന്ന്. നാണമുണ്ടോ നിനക്കൊക്കെ? നാണമുണ്ടോടാ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ? നീയൊക്കെ ഇവനൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവനൊക്കെ ഇത്രയും വൃത്തികേടായിരുന്നോ? ഓക്കെ, എന്താണ് ചാറ്റ് ചെയ്തത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അന്ന് അവനോട് കുറേ ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ? പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞതല്ല, ഉപ്പാനോട് പറയല്ലേ, ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായി പറഞ്ഞതാണെന്ന്. എടാ നാണമുണ്ടോ? അതായത് സ്വന്തം പെങ്ങളോട് വൃത്തികേട് പറഞ്ഞിട്ട് പറയുകയാണ്, ഉപ്പയോട് പറയരുത്, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ അങ്ങനെ ചോദിച്ചത് എന്ന്. എന്താടാ ഇവനൊക്കെ എന്ത് ഭാവിച്ചിട്ടാണ്? അതായത് വീട്ടിൽ കയറി വന്നതിന് ശേഷം പെങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ഒന്ന് വരോ, നിന്നെ ഞാൻ കണ്ടത് പെങ്ങളായിട്ടല്ല എന്നൊക്കെ. അതിനുശേഷം പറയുകയാണ് ഉപ്പയോട്, ഈ പറയുന്ന പെങ്ങൾ ഞാൻ ഉപ്പയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഉപ്പയോട് പറഞ്ഞാൽ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന്. എന്താ അല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപാരം. അടുത്ത ചാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് പിന്നെ അവൻ ശരിയല്ല, അവൻ്റെ ഉപ്പ ഉമ്മ പാവമാണ്, അവരെ ഓർത്തിട്ടാണ്. പിന്നെ നീ അവനെ വിശ്വസിച്ച് വന്നതല്ലേ, അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് ആക്കാൻ. അത് പൊന്നു പ്രേക്ഷകരെ, ഫസ്മീനയോട് ഈ പറയുന്ന ലല്ലുവിൻ്റെ പെങ്ങൾ പറയുകയാണ്, ഈ ഫസ്മീനയെ വിവാഹം കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവൻ്റെ അതായത് ഈ ലല്ലുവിൻ്റെ കഴപ്പ് വിവാഹം കഴിച്ചിട്ട് തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്മീനയോട് ആദ്യം ഈ കാര്യം പറയാത്തത് എന്നാണ് ലല്ലുവിൻ്റെ പെങ്ങൾ പറയുന്നത്. എന്താ അല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവൻ കുറേ സോറിയൊക്കെ പറഞ്ഞു വന്നു. സോറി പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതാണ് മെയിൻ പോയിന്റ്, സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര പൂതി. ഇവനൊക്കെ എന്ത് ചെയ്യണം? അതായത് സോറിയൊക്കെ പറഞ്ഞു, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് നിന്നെ ഇന്ന് വേണമെന്ന് പറഞ്ഞത്. പക്ഷെ സോറി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിന്നെ കളിക്കാൻ എനിക്ക് പൂതിയെന്ന്. ഇത് ആരോട് പറയുന്നത്? ബെസ്റ്റിയോടല്ല, ബെസ്റ്റ് ഫ്രണ്ടിനോടല്ല, ഗേൾ ഫ്രണ്ടിനോടല്ല, ലവറിനോടല്ല, പറഞ്ഞത് പെങ്ങളോടാണ്. എന്താ അല്ലേ? അതായത് ആരോടും പറയാൻ പാടില്ലാത്ത വാക്കാണ്, ബെസ്റ്റിയോടും ഗേൾ ഫ്രണ്ടിനോടും ആരോടും ചോദിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ്. പക്ഷേ പെങ്ങളോടൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വഴക്കാവുന്നുണ്ട് മക്കളെ. എന്നെപ്പോലുള്ള ആൾക്കാർ ചിലപ്പോൾ ഏറിൽ പറക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. സ്വന്തം പെങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് പറയുന്നത് എന്താ അല്ലേ? ഇതിനൊക്കെ ലല്ലു ഒരു റീപ്ലൈ കൊണ്ടുവരണം. ഫസ്മീന പറയുന്നത് സത്യമാണോ? ലല്ലുവിൻ്റെ ഭാഗം ജനങ്ങളിലേക്ക് ലല്ലു എത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു, അപ്പം ഞാൻ വീട്ടിൽ വന്ന ടൈം, ഓക്കെ, അതായത് ഐ ഹാവ് ഗോൺ ടു ദെയർ ഹോം. ഞങ്ങൾ ഈ കസിൻസിൻ്റെ കൂടെ, അവൻ്റെ കസിൻസിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. ഞങ്ങൾ കർമ്മ റോഡ് പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവളുണ്ട് അവൻ്റെ കൂടെ. ലൈക്ക് ഷീസ് ലൈക്ക് അവർ ഫാമിലി അല്ലേ. അപ്പം നമ്മൾ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തില്ല, ഇവൻ സ്വന്തം പെങ്ങളെപ്പോലെ കാണുന്ന ആൾക്കാരോട് പോലും ഈ രീതിയിൽ, ഈ മൈൻഡിലായിരിക്കും അപ്പോൾ അന്നൊക്കെ അവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം അവൻ തോളത്ത് കൈയിടുന്നുണ്ട്. സ്വന്തം പെങ്ങളല്ലേ, നമുക്കൊരിക്കലും ആ ഒരു രീതിയിൽ എനിക്കോ അവൾക്കോ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പം നീ പെങ്ങളായിട്ട് അവളെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നിൻ്റെ മനസ്സിൽ അന്നും ഈ കളിക്കാനുള്ള ബുദ്ധി, ഇത്രയും വൃത്തികെട്ട മൈൻഡ് വെച്ചിട്ടാണ് നീ നിന്നത്. എന്താ അല്ലേ? ഇവിടെ ഫസ്മീന പറയുന്നത് ഈ പറയുന്ന പെങ്ങളും ഇവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഫസ്മീനയുടെ വീട്ടിൽ ഇവൻ്റെ പെങ്ങൾ നിന്നിട്ടുണ്ട് എന്നാണ്. ആ സമയത്തും ഇവൻ സ്വന്തം പെങ്ങളെ ഇങ്ങനെയൊക്കെയാണോ കണ്ടത് എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ പറയുന്ന പെങ്ങൾ ഈ പറയുന്ന ഫസ്മീനൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശം. എൻ്റെന്നല്ല, ലല്ലുവിനോട് പറയാനുള്ളത് വളരെ വളരെ മോശമാണ്.
നീ ഇതിനെ എങ്ങനെ, ഈ പാവത്തെ നീ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് നീ പറഞ്ഞത് ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടിയാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയെങ്കിലും ഞാൻ ഈ ഒരു കോണ്ടന്റ് കൊണ്ടുവരില്ല. ഇതിപ്പോൾ സമൂഹമാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനാണ്, ഗേൾ ഫ്രണ്ടിനോടൊക്കെ ഇങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും. പക്ഷേ പെങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം. കാരണം നിന്നെ കണ്ടിട്ട്, ഈ ഫസ്മിനയുടെ വീഡിയോ കണ്ടിട്ട് നാളുകളിൽ ആരും പഠിക്കാൻ പാടില്ല. അതായത് ലല്ലുവിനെ പോലെ ഇപ്പോൾ നാളുകളിൽ പെങ്ങന്മാരെ എല്ലാവരും ഇവനിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ എങ്ങോട്ട് എത്തിയാലും നമ്മുടെ ഈ സമൂഹം, ലല്ലുവിലെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ ഇവനോട് പിടിച്ചു വെച്ച് തല്ലിയിട്ട് ഇവനോടെല്ലാം മണിമണിയായി ചോദിക്കണം. ഓക്കെ, ഇവന് നല്ലൊരു ബുദ്ധി പഠിപ്പിക്കണം. ഇത് വളരെ വളരെ പ്രശ്നമാണ്, നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. വെറും നാറി എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് കൂടാണ്ട് ഞാൻ മലപ്പുറത്ത് നിൽക്കുന്ന ടൈമിൽ അവൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് വരെ ഉണ്ട്. രാത്രി ഞങ്ങൾ കറങ്ങാൻ പോയിട്ട് അവൾ ലേറ്റായി വീട്ടിൽ കയറാൻ താമസിച്ചിട്ട് ഞങ്ങളുടെ കൂടെ അന്ന് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചോനറിയാം ഇവൻ ഏത് മൈൻഡിലായിരിക്കും. അവരപ്പുറത്തെ റൂമിലല്ലേ കിടക്കുന്നത്, ഞാനും ഇവനും ഇപ്പുറത്തെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇവൻ ഏത് മൈൻഡിലാവും കണ്ടിട്ടുണ്ടാവുക. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇത് കേട്ടപ്പോൾ ഐ വോമിറ്റഡ്. ഓക്കെ, എനിക്ക് ഈ സീൻ ഓർമ്മ വന്നപ്പോൾ എനിക്ക് ഛർദ്ദിക്കാനാണ് തോന്നിയത്. നിനക്കല്ല ഫസ്മിന, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഛർദ്ദിക്കാനാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ എന്താ അല്ലേ, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ ഇങ്ങനെയുള്ള വാർത്ത? അതായത് ഭർത്താവ് അവിഹിതം, അതൊക്കെ നമ്മൾ കേൾക്കലുണ്ട്, വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടുന്ന വിഷയം നമ്മൾ കേൾക്കലുണ്ട്. പക്ഷേ സ്വന്തം പെങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ പേഴ്സണലി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ എൻ്റെ അറിവിലില്ലാത്തതൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞെട്ടി ഞാൻ സത്യം പറഞ്ഞാൽ. ഫസ്മീനയുടെ ഈ ഒരു വീഡിയോ 2-3 എൻ്റെ പ്രേക്ഷകർ എനിക്ക് അയച്ചെന്ന് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. ഫസ്മീനയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഷോക്കായത്. ഓക്കെ, ഇതിൻ്റെ സത്യാവസ്ഥ, അതായത് ഫസ്മീന പറയുന്നതെല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ കാലമാണ്, ചിലപ്പോൾ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് ലല്ലു ആണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ലല്ലു വന്ന് പറയണം, ഇത് ഒക്കെ തെറ്റാണ്. ലല്ലു മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ലല്ലു തെറ്റുകാരനാണെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ലല്ലുവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ലല്ലു പറയട്ടെ. ഇതുവരെ ലല്ലു ഒരക്ഷരം പോലും മിണ്ടിട്ടില്ല. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞു നോക്കാം, കേട്ട് നോക്കാം. അടുത്ത ചാറ്റ് എവിടെ കൊടുക്കാം. എൻ്റെ ബ്രോ ആയിട്ടല്ലേ കാണുന്നത്, അവനെ ഗുഡ് ബ്രദർ ആയിട്ടല്ലേ കാണുന്നത്. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ തളർന്നു പോയി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അന്നൊക്കെ അവൻ്റെ ഉള്ളിൽ സെക്ഷൽ ഇത് ഉണ്ടായോ നിന്നോട്? അവൻ അങ്ങനെ ആവും കണ്ടിട്ടുണ്ടാവുക. അതായത് അന്നൊക്കെയെന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇവളെ വിളിക്കാറുണ്ട്, അപ്പോഴൊക്കെ ഇവൻ്റെ മൈൻഡിൽ ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പെങ്ങളോട് വിളിച്ചിട്ട്, ഇതൊക്കെ ഒരു കസിനോടാണ്. ഓക്കെ, കസിൻ സിസ്റ്ററാണ്. ആ കസിൻ സിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള അനുഭവം ആദ്യം തന്നെ ഇതിനെ ഒന്ന് സീനാകുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നാട്ടുകാരോടോ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ വലിയ ആൾക്കാരോട് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഇതിനെ സോൾവ് ചെയ്യാമായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ലല്ലുവിൻ്റെ ഭാഗം നമ്മൾ കേൾക്കണം. ലല്ലു ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ, ഇതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടുകയാണെങ്കിൽ വീണ്ടും വീഡിയോ, പക്ഷേ ഇവരുടെ എവിഡൻസ് കാണുമ്പോൾ, ഈ പറയുന്ന ഫസ്മിന എവിഡൻസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ലല്ലു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു പെങ്ങന്മാരുടെ വില അറിയാത്തത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആൻഡ് ബ്രദറിനെ പോലെ ഒരു കാണുന്ന ആൾ, അതായത് ബ്രദർ തന്നെയാണ്, അങ്ങനെ ആ നിലയിൽ കാണുന്ന ആൾ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ആരാണേലും തളർന്നു പോകും. ആരായാലും തളർന്നു പോകും. എന്താ അല്ലേ, എന്താ നമ്മൾ ഈ കേൾക്കുന്നത്, എന്താ അല്ലേ? ഞാൻ ആകെ ഷോക്കാണ്. ഞാൻ എൻ്റെ ബോധം പോയ നിലയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു വീഡിയോ ഇട്ടത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. AC പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവനൊരു മിഠായി കഴിച്ചു. അപ്പം ഞാൻ എന്ത് മിഠായിന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞു ഫസീനോട് പറയില്ല ഇത് മൂടാവുന്ന ഒരു മിഠായിയാണെന്ന്. എന്താ അല്ലേ, മൂടാവാൻ മിഠായി ഈ പറയുന്ന കസിനോട് പറയുകയാണത്രേ ഈ മിഠായി കഴിച്ചോ. അപ്പോൾ എന്താണ് ഈ മിഠായി, മൂടാവാനുള്ള മിഠായി എന്ന്. അപ്പോൾ ആ കസിനോട് ഞാൻ ചോദിക്കും, ഇത്രയും ഓപ്പണായി നിങ്ങളോട് കുറേ കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കണം, എന്ത് മിഠായി, മൂടിൻ്റെ മിഠായി എന്നൊക്കെ. നിങ്ങൾക്ക് ആദ്യം ഇവനൊരു മെസ്സേജ് ഇടുമ്പോൾ ഇവൻ ഒഴിവാക്കാമല്ലോ, ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ. ഓക്കെ, അതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല മക്കളെ, ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അല്ല, കസിൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ട്, കസിൻ സിസ്റ്ററുടെ ഭാഗത്തും ചെറിയൊരു തെറ്റുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു മോശമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഒഴിവാക്കണമായിരുന്നു, ബ്ലോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോട് പറഞ്ഞിട്ടോ. അതിനുശേഷം എന്തിനാണ് കറങ്ങാൻ പോയത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അന്ന് നീ ഉണ്ടായോന്ന് ഞാൻ ചോദിച്ചു.
ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്ന് പൊയ്ക്കേന്ന് മാത്രം പറഞ്ഞു. ഫ്രണ്ട്സ് ആരോ വിളിച്ചു, അവൻ സ്പീക്കറിലായിരുന്നു ഫോൺ ഇട്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു വേഗം വീട്ടിൽ കയറ്, കസിനെ ഒഴിവാക്കുക എന്നൊക്കെ. പിന്നെ അവൻ വേഗം വീട്ടിലാക്കി. അവൻ്റെ ചെറ്റത്തരത്തിന് കൂട്ട് നിൽക്കുന്ന ഫ്രണ്ട്സും അവനുണ്ട്. അവരെയാണ് ഞാനൊരു കാര്യം പറയുകയാണ്, ഫ്രണ്ട്സിനോടാണ് പറയുന്നത്. നിങ്ങളുടെ ആരെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്നത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കല്ലേ. നിങ്ങൾ എന്തിനാണ് അവനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഫസ്മീനെ പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സും സപ്പോർട്ട് ഉണ്ടെന്നാണ്. ഇതിപ്പോൾ നാളെ കേസിന് പോയി കഴിഞ്ഞാൽ എവിഡൻസ് ഉണ്ട്. അതായത് ഫസ്മീനെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഫ്രണ്ട്സും കതിൻ്റെ വിഷയം ഫ്രണ്ട്സിനും അറിയുമ്പോൾ ഫ്രണ്ട്സ് സപ്പോർട്ട് കൊടുത്തു എന്നാണ്. ആ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എവിഡൻസ് ആണ്, ഇതൊക്കെയാണ് എവിഡൻസ്. ഇത് ഈ പറയുന്ന കസിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ലല്ലു അകത്താവും സത്യം പറഞ്ഞാൽ. കാരണം പെങ്ങളാണ്, ഏറ്റവും അടുത്ത ഒരു പെങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതായത് ഒരു ദിവസം AC പർച്ചേസ് ചെയ്യാൻ പോയി. ഓക്കെ, AC പർച്ചേസ് ആക്കാൻ പോയപ്പോഴത്തേക്ക് ഇവൻ പറയുന്നത് ഇവൻ സെക്ഷലി ഉള്ള മിഠായി കഴിച്ചെന്ന്, സെക്ഷലി മൂഡാവുന്ന മിഠായി. നീ എന്തിനാണ് ആ മിഠായി കഴിക്കുന്നത്? നിനക്ക് മിഠായി കഴിക്കാണ്ട് തന്നെ കൂടുതൽ സൂക്കേട് കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പം നിനക്ക് മിഠായിയുടെ ഒന്നും ഒരാവശ്യവും ഞാൻ കാണുന്നില്ല. എന്നിട്ട് നീ എന്നോട് പറയില്ലെന്ന് പറഞ്ഞ് നിൻ്റെ പെങ്ങളുടെ കൂടെ നീ പോകുമ്പോഴത്തേക്ക് നീ ആ മിഠായി കഴിച്ചിട്ട് പോകും. അപ്പം നീ പെങ്ങളെ ഏതർത്ഥത്തിൽ കണ്ടിട്ടാണ് നീ ആ സെക്ഷലി ഇൻട്രസ്റ്റ് വരുന്ന മിഠായി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ അല്ല ആ മിഠായിയുടെ പേര് ആർക്കെങ്കിലും അറിയോ? അല്ല, ഇവൻ്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി മക്കളെ. 2-3 പേര് എനിക്ക് അയച്ചെന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ്. അതായത് ഫസ്ബീനായുടെയും ലല്ലുവിൻ്റെയും പ്രശ്നം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 ദിവസമായി. ഞാൻ വിചാരിച്ചത് അവരെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട്, അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കലില്ല. പക്ഷേ 2-3 ആൾക്കാർ അയച്ചെന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പേഴ്സണലി അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ലല്ലു ഈ ചെയ്തൊക്കെ തെറ്റാണ്. ഇതിനെക്കുറിച്ച് ലല്ലു ഒന്നുകിൽ ചെയ്തിട്ടില്ലെങ്കിൽ ലല്ലുവിന് തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ലല്ലുവിന് മാനനഷ്ടത്തിന് കേസടക്കം കൊടുക്കാം. എന്തുകൊണ്ട് ലല്ലു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? അതൊക്കെയാണ്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ആക്സെപ്റ്റ് ചെയ്യണം. ലല്ലുവിനെ പോലുള്ളവരെ അവൻ്റെ നാട്ടുകാരോടാണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാൻ പറയണേ. വൺ ഡേഞ്ചറാണ് ചങ്ങായി. ഓക്കെ, അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.